ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 3ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് നാളെ മാത്സ് ആണ് എക്സാം. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല 2019-20 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി നമ്പർ 1, ഷേപ്സ്. Okay, given below is a figure made by Varun using different shapes he got from the school maths lab. അപ്പോൾ വരുണ് സ്കൂൾ മാത്സ് ലാബിൽ നിന്ന് കിട്ടിയ ഓരോ ഷേപ്പ് വെച്ചിട്ട് ഒരു ഫിഗർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ നെയിം ദ ഷേപ്സ് ഇൻ ദ ഗിവൺ ഫിഗർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫിഗറിൽ എന്തൊക്കെ തരം ഷേപ്സ് ഉണ്ട്? എന്തൊക്കെ ഉണ്ട്? സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്. അതിലെ ബി ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദ നമ്പർ ഓഫ് ഈച്ച് ഷേപ്സ് ഇൻ ദ ഫിഗർ. അപ്പോൾ നമ്പേഴ്സ് ചെയ്ത് അപ്പോൾ നമുക്ക് എണ്ണി നോക്കിയാൽ കിട്ടും. സർക്കിൾ 5 എണ്ണം ഉണ്ട്, റെക്റ്റാങ്കിൾ 14 എണ്ണം ഉണ്ട്, ട്രയാങ്കിൾ 2 എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് സി ക്വസ്റ്റ്യൻ ഡ്രോ അനദർ ഫിഗർ യൂസിങ് ഡിഫറെൻറ്റ് ഷേപ്സ് ലൈക്ക് ദ വൺ ഗിവൺ എബവ്. അപ്പോൾ മേലെ തന്നിരിക്കുന്നത് പോലെ ഉള്ള ഷേപ്സ് കൊണ്ടുള്ള ഫിഗർ വരയ്ക്കാൻ. അപ്പോൾ കൂട്ടുകാർക്ക് ക്യാറ്റ്, അതുപോലെ തന്നെ ഒരു മനുഷ്യനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു വീട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഷേപ്സ് മാത്രം, അതായത് റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ മാത്രം ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, ദെൻ അടുത്ത ആക്ടിവിറ്റി 2, കംപ്ലീറ്റ് ദ ബിൽ. ബില്ല് കംപ്ലീറ്റ് ചെയ്യാണ്. ലേഖ ആൻഡ് രമ്യ പർച്ചേസ്ഡ് സം ഐറ്റംസ് ഫ്രം അക്ഷര ബുക്ക് സ്റ്റോൾ. ഗിവൻ ബിലോ ഈസ് ദ ക്യാഷ് ബിൽ. അതർ ഐറ്റംസ് ലേഖ ബ്രോഡ്. കംപ്ലീറ്റ് ദ ബിൽ. അപ്പോൾ ബില്ല് കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. സ്കെയില്, ഇറേസർ, അതുപോലെ തന്നെ ഷാർപ്നർ, പെന്നൊക്കെ. ദെൻ സ്കെയില് 8 rupees, 8 രൂപയുടെ 6 എണ്ണം. ഇറേസർ 3 രൂപയുടെ 9 എണ്ണം. ഷാർപ്നർ 5 രൂപയുടെ 7 എണ്ണം. ദെൻ പെന്ന് 9 രൂപയുടെ 4 എണ്ണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? അപ്പോൾ സ്കെയിലിൻ്റെ നമുക്ക് ടോട്ടൽ നോക്കാം. 8 രൂപയുടെ 6 എണ്ണം മേടിച്ചു. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 8 × 6 ആയിരിക്കും. 8 × 6 = 48. ഇനി അടുത്തത് ഇറേസറാണ്. 3 രൂപയുടെ 9 എണ്ണം മേടിച്ചു. അപ്പോൾ 3 × 9 = 27. ഇനി അടുത്തത് ഷാർപ്നറാണ്, അതായത് 5 × 7 35. ദെൻ പെന്നാണ് 9 × 4 36. ഇപ്പോൾ ടോട്ടൽ നമുക്ക് 48, 27, 35, 36 എന്നതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ എത്രയായിരിക്കും? 48 + 27 + 35 + 36 = 146 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റഡി ടൂർ. ആക്ടിവിറ്റി 3, സ്റ്റഡി ടൂർ. ദ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ ഓഫ് മുണ്ടൂർ LP സ്കൂൾ ഓൺ എ സ്റ്റഡി ടൂർ. നിഹാൽ റീച്ച്ഡ് ദ സ്കൂൾ ഏർലി. റൈറ്റ് ദ ടൈം ഷോൺ ഇൻ ദ ക്ലോക്ക്. അപ്പോൾ ഈ ക്ലോക്കിൽ കാണിച്ച സമയം എന്ന് പറയുന്നത് എത്ര മണിയാണ്? 8 മണി, 8 o'clock. ദ ബസ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ജേർണി ടു ദ റെയിൽവേ സ്റ്റേഷൻ വെൻ ദ ചിൽഡ്രൻ റീച്ച്ഡ് ദ സ്കൂൾ. ലുക്ക് അറ്റ് ദ ക്ലോക്ക് ആൻഡ് റൈറ്റ് ദ ടൈം ഓഫ് ഡിപ്പാർച്ചർ. അപ്പോൾ ഇപ്പോൾ ക്ലോക്കിലുള്ള സമയം എത്രയാണ്? 8 മണിക്കൂർ 30 മിനിറ്റും, 8 hours and 30 minutes. ഇനി അതിലടുത്ത ചോദ്യം, when the bus arrived at the railway station, Nihal looked at the clock and found that the time was 9:50. ഡ്രോ ദ ടൈം ഇൻ ദ ക്ലോക്ക്. അപ്പോൾ 9:15 വരയ്ക്കുക. അപ്പോൾ എങ്ങനെയാണ്? 9ൻ്റെയും 10ൻ്റെയും ഇടയിലല്ല, 9ൻ്റെ കുറച്ച് മേലെ ആയിട്ട് ചെറിയ സൂചി വരും, വലിയ സൂചി 15ൻ്റെ അവിടെ, അതായത് 1, 2, 3ൻ്റെ അവിടെ വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ഫ്രം ദ സ്കൂൾ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് 9:30 ദെൻ അവിടെ എത്തിയത് 9:15. അപ്പോൾ അത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 45 മിനിറ്റ് എന്ന് കിട്ടും. അടുത്ത ആക്ടിവിറ്റി 4, ലെറ്റ്സ് ബി ഇൻ ഗ്രൂപ്പ്സ്. ടീച്ചർ ഡിവൈഡ് ദ സ്റ്റുഡൻസ് ഇൻ ടു 5 ഗ്രൂപ്പ്സ്. അപ്പോൾ ടീച്ചർ 5 ഗ്രൂപ്പുകളായി സ്റ്റുഡൻസിനെ ഡിവൈഡ് ചെയ്തു. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്? അപ്പോൾ എത്രയാണ്? ഓരോ ഗ്രൂപ്പിലും 6 കുട്ടികൾ വീതം. അപ്പോൾ എത്ര കുട്ടികളുണ്ടായിരിക്കും? 5 × 6 = 30. ഓക്കെ, ഹൗ മെനി ഗ്രൂപ്പ്സ് ക്യാൻ ബി ഫോംഡ് if each group has 5 members. അപ്പോൾ 5 members ഉണ്ടെങ്കിൽ എത്ര ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റും? അപ്പോൾ എത്രയാണ്? 6 ഗ്രൂപ്പ്. ദെൻ അതിലെ സി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ പാറ്റേൺ. അപ്പോൾ 24, 28, 32. 24 കഴിഞ്ഞാൽ 25, 26, 27, 28. അപ്പോൾ 4 വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ 32 കഴിഞ്ഞാൽ 33, 34, 35, 36 വരും. ദെൻ 36 കഴിഞ്ഞാൽ പിന്നെ 4 കൂട്ടിയാൽ 40 വരും. ദെൻ പിന്നെ 4 കൂട്ടിയാൽ 44 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് 30, 36. അപ്പോൾ അവിടെ 6 വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ 30, 36, 42, പിന്നെ അതിൻ്റെ കൂടെ ഒരു 6 കൂട്ടി 48 കിട്ടും. ദെൻ
48ൻ്റെ കൂടെ പിന്നെയും ഒരു 6 കൂട്ടി 54, 54ൻ്റെ കൂടെ പിന്നെയും ഒരു 6 കൂട്ടി 60. ഇനി അടുത്തത് 27 + 24 + 21. അപ്പോൾ ഇവിടെ കുറയാണ് ചെയ്യുന്നത്. 24-ന് 27ക്ക് എത്താൻ 24, 25, 26, 27 3 വെച്ചിട്ട് കുറയുക. അപ്പം അങ്ങനെ കുറച്ച് എഴുതിയാൽ നമുക്ക് 18, 15, 12 എന്ന് കിട്ടും. അടുത്തത് ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. എക്സാമിൻ ദ കലണ്ടർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ദെൻ എ ക്വസ്റ്റ്യൻ, വിച്ച് ഡേ വിൽ ബി വി സെലിബ്രേറ്റ് ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക ഏത് ദിവസമാണ്? December 25, Wednesday. ദെൻ അടുത്ത ചോദ്യം, ഹൗ മെനി ട്യൂസ്ഡേയ്സ് ആർ ദർ ഇൻ December 2019. അപ്പോൾ എത്ര ട്യൂസ്ഡേയ്സ് ഉണ്ട് എണ്ണി നോക്കുക. 5 ട്യൂസ്ഡേയ്സ് എന്ന് കിട്ടും. വിച്ച് ഡേ വിൽ ബി ദ 1st of January 2020. അത് പറയുന്നത് എത്രയായിരിക്കും? വിച്ച് ഡേ വിൽ ബി ദ 1st of January 2020. അതെന്തായിരിക്കും? January 1, Wednesday. ദെൻ അടുത്ത ഡി ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് ടൈം എക്സാമിനേഷൻ സ്റ്റാർട്ട്സ് ഓൺ 9th December and finishes after 12 days. On which day will the examination end? അപ്പോൾ എണ്ണി നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടും December 20, Friday എന്ന്. ദെൻ അടുത്ത ആക്ടിവിറ്റി 6 മിൽക്ക് സൊസൈറ്റി. അപ്പോൾ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. രാമു ഡെയിലി സപ്ലൈസ് 60 liters ഓഫ് മിൽക്ക് അറ്റ് പുലിക്കൽ പാറ മിൽക്ക് സൊസൈറ്റി. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വുഡ് ഹി സപ്ലൈ ഓൺ ദ മന്ത് ഓഫ് November 2019. അപ്പോൾ എത്രയായിരിക്കും? 16 ലിറ്റർ മിൽക്ക് ഉണ്ട്. അപ്പോൾ 16 × 30 ഈസ് ഈക്വൽ ടു, നവംബറിൽ 30 ദിവസമാണ്. അപ്പോൾ 16 × 30 ഈസ് ഈക്വൽ ടു 480 ലിറ്റർ മിൽക്ക്. ഓക്കെ. ഇഫ് ദ സൊസൈറ്റി പേയ്സ് ഹിം 42 rupees per liter, ഹൗ മച്ച് വിൽ രാമു ഗെറ്റ് ഈച്ച് ഡേ. അപ്പോൾ എന്താ? സൊസൈറ്റി 42 രൂപ കൊടുത്താൽ ഹൗ മച്ച് വിൽ രാമു ഗെറ്റ് ഈച്ച് ഡേ. ഓരോ ദിവസവും രാമുവിന് എത്ര രൂപ കിട്ടും? അപ്പോൾ 1 ലിറ്ററിന് 42 രൂപ. ഒരു ദിവസം 16 ലിറ്റർ വിൽക്കും. അപ്പോൾ 42 × 16 672 രൂപ. എത്രയാണ്? 42 × 16 672. ഇനി അടുത്തത്, ഇഫ് ഹി സപ്ലൈസ് മിൽക്ക് ഓൺ ഓൾ ഡേയ്സ് in December, how much more he get in the December than the January. അപ്പോൾ എത്ര രൂപ കൂടുതൽ കിട്ടും? ഡിസംബറിലാവുമ്പോൾ ഒരു ദിവസം എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ ഒരു ദിവസത്തെയും കൂടി കൂടുതൽ കിട്ടും. അതായത് 42. ഒരു ലിറ്ററിൻ്റെ പൈസ 42. ദെൻ എത്രയാണ്? എത്ര ലിറ്റേഴ്സ് ഉണ്ട്? 16. അപ്പോൾ 42 × 16 672 രൂപ കൂടുതൽ കിട്ടും.